ഹലോ അസ്സലാമു അലൈക്കും. പൂള എന്ന് പറഞ്ഞാൽ ഇങ്ങൾക്കും അറിയാം ഞമ്മക്കും അറിയാം. പൂള എവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? അമീനെ രണ്ടാൾക്കാരിൻ്റെ ഒപ്പം വോയിസ് ഇടാൻ വെരി ഗുഡ് രണ്ടാൾക്കാരിൻ്റെ ഒപ്പം വോയിസ് ഇടാൻ വേണ്ടി വന്നിക്കണേ. അപ്പം ഞാൻ വോയിസ് കൊടുത്തപ്പം ഓലങ്ങോട്ട് കയറി വന്നാണ്. ഏതെങ്കിലും കുളം കലക്കാൻ വന്നതാണോ നന്നാക്കാൻ വന്നാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആ വോയിസ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റക്കാരും കാണാതെ വോയിസ് ഇടാമെന്ന് വിചാരിച്ച് വന്നേന്. അപ്പോൾ കുട്ടികളൊക്കെ എടീ തിരക്കിന് വന്നതാണ്. പൂള എവിടെ ഉണ്ടാണോ ഒന്നും കൂടി പറഞ്ഞാണ്. പറ അമീനും പറ. പൂള എന്ത് കുഴിച്ചിട്ടാണ് പൂള ഉണ്ടാവണത്? അങ്ങനെ പൂള എന്ത് കുഴിച്ചിടുമ്പോഴാണ് ഈ പൂളക്ക് എങ്ങുണ്ടാകുക? വേഗം പറ. വടി പൂളന്റെ കൊമ്പ് അല്ലേ? അതൊക്കെ ആരാ നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങൾ കുഴിച്ചിടുന്ന കണ്ടുകണോ? ആര് കുഴിച്ചിടുന്ന കണ്ടേ? ഏത് വെള്ളിപ്പയാണ്? പുല്ലൂർത്തെ അപ്പ കുഴിച്ചിടുന്നത് കണ്ടേ? ഇപ്പപ്പാന് വെള്ളിപ്പ എന്നൊക്കെ പറഞ്ഞേ. ഇപ്പപ്പ കുഴിച്ചിരുന്ന കണ്ടാണ് ഈ കുട്ടികള്. ഏതായാലും വെള്ളിപ്പല്ല ഇപ്പപ്പ, വെള്ളിപ്പല്ല ഇപ്പപ്പ. ഇപ്പപ്പ കുഴിച്ചിരുന്ന പൂളങ്ങൾ കണ്ടുകണില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാതെ എവിടെ ഉണ്ടാകാന്ന്, മണ്ണിന്റെ അടിയിലാണ് ഉണ്ടാകല്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പൂള എവിടെ ഉണ്ടാകാന്ന് കുട്ടികൾക്ക് അറിയില്ല. എടുക്കലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം പൂള എവിടെ ഉണ്ടാകാൻ. ഇനി പൂളനെ കുറിച്ച് നമുക്ക് രണ്ട് വാക്ക് കൂടി സംസാരിക്കാം അല്ലേ? പൂളക്ക് എന്തിനൊക്കെ ഉപയോഗിക്കും? പൂള കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും? പൂള എന്തൊക്കെ? പൂളപ്പൊരി ഉണ്ടാക്കും, പൂളക്കറി ഉണ്ടാക്കും. പിന്നെ പൂള എന്ത് ചെയ്യും? പുഴുങ്ങിയാണ്ട് ചമ്മന്തി കൂട്ടിയാണ്ട് തിന്നും. പിന്നെ പൂള കൊണ്ട് എന്ത് ചെയ്യും നമ്മള്? പൂള ചമ്മന്തി ഉണ്ടാക്കി തിന്നും. പിന്നെ പൂള നമ്മൾ എന്ത് ചെയ്യും? പൂള നമ്മള് കൂട്ടാണ്ടാക്കും. ചിക്കനൊക്കെ ഇട്ട് അല്ലെങ്കിൽ ബീഫ് ഇട്ടാണ്ട് പൂള കൂട്ടാനൊക്കെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് അല്ലേ പൂള കൂട്ടാന്? ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഏതെങ്കിലും പൂളനെ കുറിച്ച് ഇഷ്ടല്ലേ? പിന്നെ നമുക്കൊരു കാര്യം ചോദിക്കാണ്ട്, പൂളല്ലേ ഈ മഴക്കാലത്ത് പൂള വാങ്ങി എന്ത് സംഭവിക്കും? അതും കൂടി പറഞ്ഞാണേ. പൂള നനഞ്ഞാ ടേസ്റ്റ് ഉണ്ടാവോ? ഇല്ലാന്ന് തല കൊണ്ട് കുലുക്കിയിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പൂളയിൽ വെള്ളം കയറിയിട്ട് വെള്ളം നനഞ്ഞിട്ട് പൂള ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഓല് പറഞ്ഞത്. ഈ ഒരു ബുദ്ധിയും കൂടി ഞമ്മക്കില്ലേനി. നമ്മളിതിലെന്നും പൂളക്കാരൻ പോകുമ്പോൾ ഞാൻ എന്നും പൂള വാങ്ങൂട്ടോ. ആദ്യത്തെ ഒരാഴ്ച ഞാൻ പൂള വാങ്ങിയപ്പോൾ എനിക്കറിയില്ലേനി ഇത് വെള്ളം കുടിച്ചാൽ പൂള ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ വാങ്ങിയിട്ട് എന്ത് ചെയ്തു? കുക്കറിൽ കറക്റ്റ് വെള്ളമൊക്കെ പറന്നുകാണ്ട് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കാണ്ട് വേവിച്ചെടുത്തപ്പോൾ എന്താണെന്നറിയില്ല, അതിങ്ങനെ കല്ല് പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇനി വേവാത്തോണ്ടാണെന്ന് കരുതി ഒരു 4-5 പ്രാവശ്യമായിട്ട് കൂക്കിച്ചു. എന്നിട്ടും വിസിൽ വന്നിട്ടൊന്നും കുക്കറിൻ്റെ പൂള റെഡി ആവണില്ല. ഏതായാലും ഞാൻ അടുത്ത പ്രാവശ്യം എന്നോടാണ് കളി. അടുത്ത പ്രാവശ്യം നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ അത്യാവശ്യം വെള്ളം പറഞ്ഞിട്ട് തന്നെയുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ അടുത്ത ആഴ്ച അതേ പൂളക്കാരൻ വന്നു. ഞാൻ പിന്നെ പൂള വാങ്ങി. ഞാൻ പറയട്ടെ ഒന്ന്, എന്നിട്ട് എനിക്ക് പറയാൻ അവസരം തരാം കേട്ടോ. അപ്പോൾ പൂള വാങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഇതേപോലെ പൂള വെട്ടി നുറുക്കിയാണ് കുക്കർക്കാണ് ഇട്ടെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തു. കുക്കർ നിറച്ചങ്ങോട്ട് വെള്ളം ഒഴിച്ചെടുത്തു. ഇനി വെള്ളത്തിൻ്റെ ഒരു കളി അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. എന്നിട്ടുണ്ടോ ഈ പൂള വേകൂല കേട്ടോ. അപ്പോൾ വേകാതെ നിന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? പിന്നെ എന്നോട് മൂപ്പരാക്കാരന് ഇജ് പൂള വാങ്ങിയാൽ ശരിയാകൂല, ഇജ് വാങ്ങിയ പൂള ശരിയല്ല, ഞാൻ നല്ല പൂള കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ പൂളപ്പൂതി ഞാൻ തീർത്തരാമെന്ന് പറഞ്ഞാണ് നമ്മൾ മൂപ്പരാക്കും പോയി കണ്ട് പൂള കൊണ്ടുവന്ന്. അങ്ങനെ ഇങ്ങനെ പൂള അങ്ങനെ കൊണ്ടുവന്നതാണ്. ആ പൂളയാണ് ഈ കാണുന്ന പൂള കേട്ടോ. ഈ പൂളി അതേപോലെ തന്നെയാണ്. നമ്മൾ മൂപ്പരാക്കാർക്ക് അറിയില്ല, ഇന്ന കുറേ കുറ്റം പറഞ്ഞാണ് പൂള കൊണ്ടുവന്നത്. ഏതെങ്കിലും നമ്മളൊരു മിക്സിൻ്റെ ജാറൊക്കെ എടുത്ത് ചമ്മന്തി ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മളിത് രണ്ടട്ട ഒരു അനുഭവം പഠിച്ചതാണ്. അപ്പോൾ മൂന്നാമത്തേൽ നമ്മളിപ്പോൾ ഇടാൻ പോകില്ലല്ലോ, കുറച്ചൊക്കെ അല്ലേ പേടുള്ളൂ. അത് എഴുതിയാണ് ഞാനൊരു പൂളക്കേങ്ങാണ് മാറ്റി വെച്ചു. അതുകൊണ്ട് പൂളപ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു കേങ്ങ് മാറ്റി വെച്ചിട്ടോ. ഒരു കേങ്ങ് വെട്ടി നുറുക്കിയാണ്ട് ഇതേപോലെ ഉണ്ടാക്കി. ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ആവശ്യത്തിലുള്ള ഉപ്പിട്ടു. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാനാണ് പോകുന്നത്. നല്ല ലെങ്കി മറിയുന്ന വെളിച്ചെണ്ണ ഉണ്ട് ഈ കാണുന്നത്. ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചമ്മന്തി ഉണ്ടാക്കിയാണ്ട് പൂളയെ കുത്തി തിന്നുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ? അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ്. അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയാണ്ട് പൂള. പൂളനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? പൂള കൊണ്ട് പിന്നെ എന്താ ഉണ്ടാക്കാറിയോ? പൂളപ്പൊടി ഉണ്ടാക്കും, പൊടിച്ചാണ്ട് പുട്ടുണ്ടാക്കും, പൂള അരച്ച അപ്പം ചുടാൻ പറ്റും. എങ്ങനെ ഉണ്ടാവും പൂള കൊണ്ടുള്ള റെസിപ്പികൾ? അമീന എങ്ങനെ ഉണ്ടാവും പൂള കൊണ്ടുള്ള റെസിപ്പികൾ? അപ്പം നമ്മൾ കുട്ടികളതൊക്കെ ഉണ്ടാക്കിയാണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് എവിടുന്നാ കിട്ടണമൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ നട്ടം തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നല്ല പൂളയാണെങ്കിൽ നല്ല ടേസ്റ്റ് കാരണം ഞാൻ ഇവിടെ ഒരു പൂളക്കേക്ക് പൂളപ്പൊരി ഉണ്ടാക്കാൻ മാറ്റി വെച്ചിട്ടോ. അത് ഞാൻ പൂളപ്പൊരി നാളെ ഉണ്ടാക്കി കാണിക്കാം. കേടായിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസമായിരിക്കും ഫ്രിഡ്ജിൽ കിടക്കുന്നത്. ചിലപ്പോൾ കേടായിട്ടുണ്ടാവും. നീല കളർ വരുമല്ലോ, ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും വേണ്ടില്ല, നീല കളർ വരും. അപ്പോൾ ഈ ചമ്മന്തി കൂട്ടിയാണ് നമ്മൾ കുത്തി കഴിച്ച് വെക്കുക. ചിലത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൂളായിട്ട് കിട്ടിയിട്ടുണ്ട്, ചിലത് ഒന്നിനും പറ്റില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു കല്ല് പോലെ കിടക്കുക. ഈ കാണുന്ന പോലെ അല്ല, കല്ല് പോലെ കിടക്കും. അപ്പോൾ മഴക്കാലത്ത് പൂള വാങ്ങുമ്പോൾ നല്ലോണം കരുതിയിട്ട് വാങ്ങുക. കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പൂള ഇങ്ങനെ കുത്തി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത്. നല്ല കേങ്ങോക്കി ഞാൻ എടുത്താണ് കേട്ടോ. അത് നമ്മൾ മൂപ്പരാ